ജനിച്ചു വളർന്ന വീട്ടിൽ തന്റെ മാതാപിതാക്കളോടുകൂടെ പാർത്തിരുന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു ശ്രുതി ഇപ്പോൾ ഇതാ കഫർനഹൂമിലെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കും. യേശു 30 വർഷം താൻ ജനിച്ചു വളർന്ന വീട്ടിൽ തന്റെ മാതാപിതാക്കളോടുകൂടെ പാർത്തിരുന്ന വീട്ടിൽ ഉണ്ടാകാത്ത ഒരു സ്തുതി കഫർനഹൂമിലെ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായി. അവിടെ എഴുതിയിരിക്കുന്നത് വാതിൽക്കൽ പോലും ഇടമില്ലാതാകുവോളം പലരും വന്നുകൂടിയിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കർത്താവ് വന്നത് ആത്മാക്കളെ വിടുവിപ്പാൻ വേണ്ടിയാണ്. ആത്മാക്കളുടെ വിടുതലാണ് യേശുവിന്റെ മിഷൻ. നമ്മുടെയും മിഷൻ അത് തന്നെയാണ്. ആത്മാക്കൾ വിടുവിക്കപ്പെടണം. ഞങ്ങളുടെ സഭ ഒരു മിഷൻ ചർച്ചാണ്. ഞങ്ങൾക്ക് ഈ മാസം ഒടുവിൽ അടുത്ത ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു പഞ്ചാബ് മിഷൻ യാത്രയുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ ഒരു മിഷൻ ഉണ്ട്. അത് ഏകദേശം 65 വേലക്കാരോളം നോർത്ത് ഇന്ത്യയിൽ നേപ്പാളിന്റെ ഭാഗത്തേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ചിലെ മെസ്സേജ് മുഴുവൻ മിഷനാണ്. ആത്മാക്കൾ വിടുവിക്കപ്പെടും. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ആത്മാക്കളുടെ വിടുതലിന് വേണ്ടിയാണ്. നാം ഈ രാത്രിയിൽ ഈ പകൽ പ്രാർത്ഥിക്കുന്നതും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി തന്നെയാണ്. ആത്മാക്കൾ വിടുവിക്കപ്പെടും. എന്നാൽ കഴിഞ്ഞ 30 വർഷവും യേശു താൻ പാർത്തിരുന്ന നസറത്തിൽ മാതാപിതാക്കളോട് കൂടെ ഉണ്ടായിരുന്നു ഇല്ലാതിരുന്നൊരു ശ്രുതി ഇപ്പോൾ കഫർനഹൂമിൽ വന്നിരിക്കുന്നു. നോക്കൂ, സ്വാഭാവികമായ ഒരു ചിന്ത വരാം. നാം എല്ലാവരും യേശുവിനെ അറിഞ്ഞവരാണ്, യേശുവിനെ അനുഗമിക്കുന്നവരാണ്, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ദേശം വിടുവിക്കപ്പെടാൻ വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി യേശുവിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണുന്നില്ല. യേശുവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. ഇവിടെ ഇതാ കഫർനഹൂമിൽ യേശു വന്നിരിക്കുന്നു എന്നൊരു ശ്രുതി വന്നിരിക്കുന്നു. യേശുവിന്റെ ബാല്യകാലത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ 30 വർഷക്കാലം യേശു വീട്ടിൽ ഒതുങ്ങിപ്പോയി, അല്ലെങ്കിൽ യേശുവിനെ ഒതുക്കിക്കളഞ്ഞു എന്നുള്ള ചിന്തകൾ വന്നാൽ തിരുവെഴുത്ത് എന്തു പറയുന്നു? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, അവൻ ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ലൂക്കോസ് 2:52 യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, 30 വർഷവും വെളിപ്പെടാത്ത ഒരു ശുശ്രൂഷ ഇവിടെ ഇതാ കഫർനഹൂമിൽ വെളിപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷം അവൻ ഒതുങ്ങിപ്പോയി എന്ന് വാദിക്കുന്നവരുടെ നടുവിൽ ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അവൻ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ സമയമാണ്. കഫർനഹൂം എന്ന പട്ടണത്തിൽ വാതിൽക്കൽ പോലും ആളുകൾ തിങ്ങിക്കൂടത്തക്കവണ്ണമുള്ള ഒരു വിടുതൽ വെളിപ്പെട്ടിരിക്കുന്നതിന്റെ കാരണം ഇത് ദൈവത്തിന്റെ സമയമാണ്. നാം എല്ലാവരും ആത്മാക്കളുടെ വിടുതൽ ആഗ്രഹിച്ച് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങുന്നവരാണ്, സുവിശേഷം പങ്കുവെക്കുന്നവരാണ്, അല്ലേ? നാം കണ്ടുമുട്ടുന്നവരോട് എല്ലാവരോടും വചനം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശു ആളുകളെ തേടിപ്പോകുന്ന ഒരു ചിത്രമല്ല കാണുന്നത്. അവൻ കഫർനഹൂമിലെ ഒരു വീട്ടിൽ ഉണ്ട്. സ്വന്തം വീട്ടിലല്ല, ജനിച്ചു വളർന്ന വീട്ടിലല്ല, മറ്റൊരു പട്ടണത്തിൽ ഒരു വീട്ടിലുണ്ടെന്ന ശ്രുതി ദേശം മുഴുവൻ പരക്കുകയും ആളുകൾ വാതിക്കൽ പോലും ഇടമില്ലാതാകുവോളം തടിച്ചുകൂടുകയും ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ സമയമാണ്. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ സമയം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വ്യക്തമായ സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് ഉന്നതമായ വിചാരം. വീട്ടിൽ ഒതുങ്ങിപ്പോയി, വീട്ടിൽ ഒതുക്കി കളഞ്ഞു എന്നുള്ള ചിന്തകൾ, ശുശ്രൂഷയിൽ മുന്നേറാൻ കഴിയുന്നില്ല, വേണ്ടതുപോലെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ള ചിന്തകൾ പിശാച് ഇന്ന് പകൽ കൊണ്ടുവന്നിടുന്നുണ്ടെങ്കിൽ യേശുവിന്റെ ജീവിതത്തിലൂടെ
പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് അവൻ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയേ. ദൈവം നിങ്ങളെ കഴിഞ്ഞ നാളുകളിൽ പണിതിട്ടുണ്ട്. ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത്. ഇന്നലകളിൽ നിങ്ങൾ വചനം പറഞ്ഞതുപോലെയല്ല ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ ഒതുങ്ങിപ്പോയിട്ടില്ല. നിങ്ങളെ ഒതുക്കി കളയുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ നിറവേറപ്പെടാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവം നിങ്ങളെ വീട്ടിൽ അനങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ്. നിന്റെ ഇപ്പോഴത്തെ മൗനം, ഇപ്പോൾ നീ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഈ നിമിഷങ്ങൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ്. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ സമയം എന്ന് നാം പറയുന്നത് ഒരു പക്ഷേ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നതിനെ നമുക്ക് ദൈവത്തിന്റെ സമയം എന്ന് വിളിക്കാം, അല്ലെ? പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തിയായി വെളിപ്പെട്ട സമയം, അത് ദൈവത്തിന്റെ സമയമാണ്. അപ്പോൾ തന്നെ ഇന്ന് പകൽ നാം തിരിച്ചറിയണം, യേശു കർത്താവ് 30 വർഷക്കാലം വീട്ടിൽ ഒതുങ്ങി എന്ന് നാം ചിന്തിക്കുന്ന ആ സമയവും ദൈവത്തിന്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സമയത്തിലാണ്. ഇപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അനങ്ങാതിരിക്കുന്ന, മൗനമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നത്. പക്ഷേ ഇത് ദൈവത്തിന്റെ സമയമാണ്. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വാതിൽക്കൽ പോലും ഇടമില്ലാതാകുമ്പോൾ ആളുകൾ വന്നുകൂടിയേക്കാം. അതും ദൈവത്തിന്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. യേശു കർത്താവിനോട് പിതാവ് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി വെളിപ്പെട്ടപ്പോൾ കഫർന്നഹൂമിൽ ആളുകൾ തിങ്ങിക്കൂടത്തക്കവണ്ണമുള്ള ഒരു വിശാലത യേശുവിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തി വെളിപ്പെടുന്ന സമയം നിങ്ങൾ അപൂർവ കാര്യങ്ങളെ കാണും. നിങ്ങളുടെ ദേശം അപൂർവ കാര്യങ്ങളെ കാണും. അത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. അങ്ങനെ ആളുകൾ ഓടിക്കൂടണമെങ്കിൽ, അങ്ങനെ ആളുകൾ നമ്മുടെ വീട്ടിൽ കടന്നു വരണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിടെ സംതിങ് സ്പെഷ്യൽ, ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. വെറുതെ ഒന്നും ആൾക്കാർ കൂടില്ലല്ലോ. നമ്മൾ ഒത്തിരി വീടുകൾ കയറി ഇറങ്ങുന്നതല്ല. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആളുകൾ കടന്നു വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ശുശ്രൂഷയിൽ ആളുകൾ വിടുവിക്കപ്പെടുന്നത് എപ്പോഴാണ്? യേശു കർത്താവ് 30 വർഷം തന്റെ മാതാപിതാക്കളോടുകൂടെ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യത്തിൽ യേശു ആത്മാവിൽ ബലപ്പെട്ടിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ജ്ഞാനത്തിൽ അവൻ വളർന്നിരുന്നു. അവൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിരുന്നു. അവന് നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ദൈവം എന്നോട് ചോദിച്ചു, ഇവിടെ കഫർന്നഹൂം എന്ന പട്ടണത്തിൽ വന്നപ്പോൾ യേശു വീട്ടിൽ ഉണ്ടെന്ന ശ്രുതി കേട്ട് 4 പേരൊരു പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ്. കഴിഞ്ഞ 30 വർഷം എന്തുകൊണ്ട് അവർ വന്നില്ല? യേശു നസറേത്തിലെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ യേശുവിന്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നല്ലോ. അവൻ ജ്ഞാനത്തിൽ വളർന്നു വന്നവനാണ്. ഹല്ലേലൂയ. ജ്ഞാനത്തിൽ വളർന്നു വന്നവനാണ്. ആത്മാവ് ഉണ്ടായിരുന്നു. അവൻ വളർച്ചയിൽ മുതിർന്നു വന്നവനാണ്. യേശുവിന്റെ നാമം ജയമെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആളുകൾ ഓടിക്കൂടാനുള്ള കാരണം അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗിരിയിലേക്ക് ചെന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗിരിയിലേക്ക് ചെന്നു. എനിക്ക് നല്ല സ്വഭാവമുണ്ട്. ദൈവം എന്നോട് പറഞ്ഞതാ, നിന്റെ സമൂഹത്തിൽ ഒരു പക്ഷപാതക്കാരൻ ഉണ്ടെങ്കിൽ നിന്റെ നല്ല സ്വഭാവം കൊണ്ടൊന്നും അവന്റെ ബന്ധനം അഴിയില്ല. നിന്റെ മേൽ പരിശുദ്ധാത്മാവും ഉണ്ട്. എന്നാൽ പക്ഷപാതക്കാരനെ 4 ആൾ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വരാനുള്ള കാരണം, ആ മനുഷ്യന്റെ ബന്ധനം അഴിക്കുന്ന ഒരു ദൈവശക്തി യേശുവിന്റെ മേലുണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ സമയമാണ്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ആളുകൾ യേശുവിനെ ഞെരുക്കാതിരിക്കേണ്ടതിന് തന്റെ ശിഷ്യന്മാരോട് ഒരു ചെറു പടക് തനിക്ക് വേണ്ടി ഒരുക്കി നിർത്താൻ യേശു പറഞ്ഞു. അത്രത്തോളം ആളുകൾ വന്നുകൂടിയിരിക്കുകയാണ്. യേശു കർത്താവ് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും തനിക്ക് ബോധിച്ചവരെ വിളിച്ചു.
ആ ബോധിച്ചവരെ വിളിച്ചവരിൽ നിന്നും 12 വരെ അവൻ സെലക്ട് ചെയ്തു. ആ സെലക്ഷനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 3:13 എഴുതിയിരിക്കുന്നു. അവർ അവന്റെ അരികെ വന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് നമ്മെ ഈ പ്രാർത്ഥനയിൽ കർത്താവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്നത്? ദൈവം എന്തിനാണ് നമ്മെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുത്തിയിരിക്കുന്നത്? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. എന്താണ് ഉദ്ദേശം? തന്നോടുകൂടെ ഇരിപ്പാനും അടുത്തത് പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും. അപ്പൊ ദൈവത്തോടു കൂടെ ഇരിക്കുന്നവരെ ദൈവം പ്രസംഗിക്കേണ്ടതിന് അയക്കും, അല്ലെ? പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ. അടുത്തൊരു വേർഡ് അവിടെ എഴുതിയിരിക്കുന്നു, അങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ കേൾവിക്കാരുടെ ഇടയിൽ ചിലരുടെ മേൽ ബന്ധനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ യേശു അവരോട് പറഞ്ഞു, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കണം. വചനം പ്രസംഗിക്കുമ്പോൾ ചൈതന്യമുണ്ടെങ്കിലും ഇവിടെ ഇതാ യേശു കർത്താവ് ശിഷ്യന്മാരെ കൂടെ ഇരുത്തുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അവർക്ക് അധികാരമുണ്ടാകണം. യേശു കർത്താവ് ഗലീലയിലെ നസറത്ത് എന്ന പള്ളിയിൽ പതിവ് പോലെ വന്നു പുസ്തകം വിടർത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പതിവ് പോലെ വന്ന് പുസ്തകം വിടർത്തി എന്ന് പറഞ്ഞാൽ അതൊരു പതിവായിരുന്നു. ഇന്നലകളിൽ അങ്ങനെ പുസ്തകം വിടർത്തി പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രസംഗിച്ച സമയത്തും ആ പള്ളിക്കകത്ത് അശുദ്ധാത്മാക്കൾ ഉള്ളവരുണ്ടായിരുന്നു. 18 വർഷമായി കൂനിയായ ഒരു സ്ത്രീയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ പള്ളിക്കകത്തുണ്ടായിരുന്നു. എന്നാൽ അന്ന് യേശു ആത്മാവിന്റെ ശക്തിയോടെ വന്നപ്പോൾ അവൻ പതിവ് പോലെ പുസ്തകം തുറന്നപ്പോൾ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശു കർത്താവ് തുറന്നു വായിച്ചു. ബദ്ധന്മാർക്ക് വിടുതൽ. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് നമ്മെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുത്തിയിരിക്കുന്നത്? പ്രസംഗിക്കേണ്ടതിന് അയക്കാനാണ്. പ്രസംഗിക്കേണ്ടതിന് അയക്കാനാണ്. ഹല്ലേലൂയ. പറയാതെ പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാതെ മറ്റുള്ളവർ എങ്ങനെ വചനം കേൾക്കും? പ്രസംഗിക്കേണ്ടതിന് അയക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടി ധ്യാനിച്ചപ്പോൾ കൂടെ ഇരുത്തി ദൈവം പഠിപ്പിക്കുന്നത് നാം വായിക്കുന്ന മലയാള ഭാഷയിലുള്ള ബൈബിൾ മാത്രമല്ല. കാരണം പ്രസംഗിക്കേണ്ടതിന് അയക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല ജാതികളോട് സുവിശേഷം പറയാനാണ് യേശു ശിഷ്യന്മാർക്ക് കമാൻഡ് കൊടുത്തത്. സകല ജാതികളോടും. അപ്പൊ കൂടെ ഇരുത്തുന്നത് മലയാളം ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രമല്ല. ദൈവത്തിന്റെ വിചാരം വലുതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം, പദ്ധതി വലുതാണ്. കൂടെ നിങ്ങളെ ഇരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവിധ ഭാഷകളിലൂടെ പ്രസംഗിക്കേണ്ടതിന് നിങ്ങളെ അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാരണം വേല വലിയതാണ്. വേല വലിയതാണ്. എന്നാൽ അങ്ങനെ ഇരുത്തുമ്പോൾ തന്നെ യേശുവിന് നിങ്ങളുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ അധികാരം പകരാൻ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, കെട്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് കഫർന്നഹൂമിലെ വീട്ടിലുണ്ടെന്ന ശ്രുതി വന്നപ്പോൾ ആളുകൾ വാതിൽക്കൽ പോലും ഇടമില്ലാതാകുവോളം തടിച്ചുകൂടി. നോക്കൂ, യേശുവിന്റെ സാന്നിധ്യമുള്ളിടത്ത് ആളുകൾ ഓടിക്കൂടണമെങ്കിൽ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. ആദ്യം ദൈവം നമ്മോട് പറയുന്ന ആലോചന അതാണ്. നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ആളുകൾ വിടുവിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടായിരിക്കണം. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് ചെന്നപ്പോഴാണ് ആളുകൾ വിടുവിക്കപ്പെടാൻ തുടങ്ങിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്കാർക്കും ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല. 2, യേശുവിന്റെ അടുക്കൽ വന്ന ആളുകളെ, ജനത്തെ നാം പഠിക്കുമ്പോൾ യേശു തന്റെ അടുക്കൽ വന്ന ജനസമൂഹത്തോട് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. നോക്കൂ, ഇന്ന് പകൽ നിങ്ങൾ വന്നിരിക്കുന്നത് വലിയ മനോഭാരത്തോടെ ആയിരിക്കാം. ശരീരത്തിൽ വലിയ കഷ്ടം അനുഭവിച്ചിട്ടായിരിക്കാം.
യേശുവിന്റെ അടുക്കൽ വന്നവരിൽ സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കിയെന്ന് എഴുതിയിട്ടുണ്ട്. വൈകുന്നേരമായപ്പോൾ സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി. എന്നാൽ യേശു തന്റെ അടുക്കൽ വന്ന ജനസമൂഹത്തോട് ആദ്യം പറഞ്ഞത് വചനമാണ്. ഇന്ന് പകൽ നമുക്കൊരു വിടുതൽ ആവശ്യമാണ്. എന്നാൽ ദൈവം നമ്മോട് പറയാൻ പോകുന്നത് വചനമാണ്. ദൈവം നമ്മോട് ആദ്യം പറയാൻ പോകുന്നത് വചനമാണ്. യേശുവിന്റെ ശുശ്രൂഷയിൽ 90% വചനമാണ്. യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വചനമാണ്. വൈകുന്നേരമായപ്പോൾ അവൻ സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി. അതിനു വേണ്ടി ഒരു സഭയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, തന്റെ അടുക്കൽ വന്ന ആളുകൾ പലവിധമായ ഭാരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ യേശു അവരോട് തിരുവചനം പ്രസ്താവിച്ചു. നമുക്ക് വേണ്ടത് വചനമാണ്. അടയാളം പുറകെ വരുന്നുണ്ട്. ആദ്യം നമുക്ക് വേണ്ടത് വചനമാണ്. ഇന്ന് രാത്രി ഒരു വിടുതൽ ഇന്ന് പകൽ ഒരു വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന, നമുക്ക് വേണ്ടത് തിരുവചനമാണ്. വിടുതൽ പുറകെ വരുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവ് അവരോട് തിരുവചനം സംസാരിച്ചു. നോക്കൂ, യേശു കർത്താവ് വീട്ടിലുണ്ടെന്ന ശ്രുതി കേട്ട് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് ആ വീട്ടിലേക്ക് വന്നു. യേശു കർത്താവ് ആ വീട്ടിലുണ്ടെന്ന ശ്രുതി കേട്ട് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവരുന്നവർക്ക് വലിയ വിശ്വാസമുണ്ട്. എന്താണ് വിശ്വാസം? യേശുവിന്റെ അടുക്കൽ വന്നാൽ വിടുതലാണ്. ഇന്ന് പകൽ നാം വന്നത് യേശുവിന്റെ സന്നിധിയിലാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ വാക്കുകൾ മുഴുവൻ യേശുവിന്റെ മുൻപിലാണ്. നാം പറയുന്നത് മുഴുവൻ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം നമ്മുടെ വാക്കുകളെ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകളെ ദൈവം കണക്കിടുന്നു. പക്ഷപാതക്കാരനെ അവർ ചുമന്നുകൊണ്ടുവന്നപ്പോൾ ആ വീടിന്റെ അകത്തേക്ക് കടക്കുവാൻ പോലും കഴിയാതെ അവരുടെ മുൻപിൽ ഒരു തടസ്സം, ഒരു വലിയ പുരുഷാരം. പ്രിയപ്പെട്ടവരെ, നാം ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വരുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വരും. ഞങ്ങളുടെ ചർച്ചയിൽ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററുടെ അപ്പച്ചനാണ്. അപ്പച്ചൻ കഴിഞ്ഞ ദിവസം നിത്യതയിൽ ചേർക്കപ്പെട്ടു. അപ്പച്ചൻ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കും. അപ്പച്ചന്റെ അടുത്തിരുന്ന ഒരു മനുഷ്യനും അറിയാതെ പോലും ഒന്നും മയങ്ങാൻ പറ്റില്ല. കാരണം കതിന പൊട്ടുന്നത് പോലെ അപ്പച്ചൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ ഹോള് മുഴുവൻ കിടുങ്ങും. അതുപോലെ സ്തുതിക്കുന്ന ഒരു മനുഷ്യനാണ്. ആരാധിക്കുമ്പോൾ സ്തുതിക്കും, വചന ശുശ്രൂഷയുടെ സ്തുതിക്കും. അപ്പോൾ ഇങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ വന്നിരിക്കുന്ന പുരുഷാരമൊന്നും അപ്പച്ചന്റെ ആരാധനയെ ബാധിക്കുന്നില്ല. അപ്പച്ചന്റെ മനസ്സിനെ അലക്ഷ്യപ്പെടുത്തുവാൻ അവിടെ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിന് കഴിയുന്നില്ല. അപ്പച്ചൻ ദൈവത്തിന്റെ സാന്നിധ്യം ദർശിക്കുന്നുണ്ട്. അപ്പച്ചൻ ദൈവത്തെ കണ്ടിട്ട് തന്നെയാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നപ്പോൾ യേശു വളരെ അടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. യേശുവിനെ കാണാതെ, യേശുവിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാതെ അവർ മടങ്ങത്തില്ലെന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെ നിൽക്കുന്നത്. മുൻപിൽ ഒരു വലിയ പുരുഷാരമുണ്ട്. പക്ഷെ അവർ പുറകോട്ട് മാറാൻ തയ്യാറല്ല. കാരണം എന്താണ്? അവർ യേശുവിനെ കാണാൻ വന്നവരാണ്. നാം ആലയത്തിൽ കടന്നു വരുമ്പോൾ നാം യേശുവിനെ കാണാനാണ് വരുന്നത്. യേശുവിനെ ആരാധിക്കാനാണ് വരുന്നത്. നമ്മുടെ സഹോദരങ്ങളുമായി സംസാരിക്കാൻ നമുക്ക് സമയങ്ങളുണ്ട്. എന്നാൽ പ്രാർത്ഥനാ സമയം യേശുവിനുള്ള സമയമാണ്. യേശുവിനെ സ്തുതിക്കാനുള്ള സമയമാണ്. യേശുവിനോട് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് യേശു വളരെ അടുത്തുണ്ടായിട്ടും യേശുവിനോട് അടുക്കാൻ കഴിയാതെ വണ്ണം ഒരു തടസ്സം. അവർ പുറകോട്ട് മാറാൻ തയ്യാറായില്ല. ആ വീട്ടുടയവന്റെ പോലും അനുവാദം ചോദിക്കാതെ ആ പക്ഷപാതക്കാരനെ കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് അവർ താഴേക്ക് ഇറക്കി. ആ പക്ഷപാതക്കാരനെ കിടക്കയോടുകൂടെ മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി. അവിടെ ആ മുറിക്കകത്ത് കണ്ടവരെല്ലാവരും കണ്ടത് 4 ആൾ ഒരു പക്ഷപാതക്കാരനെ മേൽക്കൂര പൊളിച്ചിറക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, 4 പേർ കിടക്കയിൽ ഒരു മനുഷ്യനെ ഇറക്കുന്നതാണ് അവരെല്ലാവരും കണ്ടത്. യേശു ഇത് മുന്നമേ കണ്ടതാണ്. നമ്മുടെ കർത്താവ് ആ മനുഷ്യൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് കണ്ടതാണ്. അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവാകുന്നതിന് മുന്നമേ കണ്ടതാണ്. നമ്മുടെ ദൈവത്തിന് ഇതൊന്നും കാണാൻ മേൽക്കൂര പൊളിച്ചിറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ജനത്തിന് കാണണമെങ്കിൽ ഒന്ന് ഇറങ്ങി വരണം. കാരണം അവരെല്ലാവരും പുറത്താണ്. അകത്തേക്കൊന്ന് വന്നാൽ അവർ കണ്ടു. എന്നാൽ നമ്മുടെ കർത്താവ്
നാം കണ്ടതല്ല കണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നു, യേശു കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട്. യേശു കണ്ടത് വിശ്വാസമാണ്. യേശു 4 പേരെ കണ്ടില്ല, പക്ഷപാതക്കാരനെയും കണ്ടില്ല. യേശു കണ്ടത് വിശ്വാസമാണ്. ഇന്നും പകൽ യേശുവിന് അത് കാണണം. യേശുവിന് അത് കണ്ടേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം കാണാതെ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. യേശുവിന് അത് കണ്ടേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നുണ്ട്, നാം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ നാം തിരിച്ചറിയണം, ദൈവം നമ്മുടെ വിഷയത്തിൽ ചലിക്കണമെങ്കിൽ വിശ്വാസം ചലിക്കണം. വിശ്വാസം ചലിക്കാതെ ദൈവത്തിന് ചലിക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് കണ്ടത് അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസം കണ്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. നോക്കൂ, യേശു കർത്താവ് പറഞ്ഞ ദൂത് ആ ദേശത്തെങ്ങും ഒരു മനുഷ്യനും കേൾക്കാത്ത ആലോചനയാണ്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുന്ന എപ്പോഴും അങ്ങനെ തന്നെയാണ്. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതും അങ്ങനെയാണ്. ഞാൻ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരും. ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത വലിയ ആലോചനകളാണ് നമ്മുടെ ദൈവം പറയുന്നത്. നമ്മുടെ ദൈവം ആലോചന വലിയവരാണ്. ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്നാണ്. ദൈവം എപ്പോഴാണ് സംസാരിക്കുന്നത് അറിയാമോ? ദൈവത്തിന് നമ്മുടെ വിശ്വാസം കാണണം. വിശ്വാസം കണ്ടപ്പോഴാണ് യേശു കർത്താവ് ആ ആലോചന പങ്കുവച്ചത്. അവിടെ കൂടിയിരുന്നവർക്ക് ആർക്കും ലഭിക്കാത്തൊരു തോത്. ഒത്തിരി പേര് യേശുവിന്റെ ചുറ്റും ഇരിക്കുന്നു. പക്ഷേ മേൽക്കൂര പൊളിച്ചു വന്നവനോടാണ് ദൂത്. എന്താണ് ദൂത്? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ നിലവാരത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഇന്ന് പകലും അങ്ങനെ തന്നെയാണ്, നാളെ നിന്റെ തലമുറയോടും അങ്ങനെ തന്നെയാണ്. ദൈവം അങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൂത് വന്നാൽ എന്ത് സംഭവിക്കും? ദൈവം നിങ്ങളെ മാനിക്കുമെന്നോ അനുഗ്രഹിക്കുമെന്നോ ആത്മീകം എടുത്തു, ഭൗതികം വിട്ടേര്. ആത്മീകമായ ശക്തമായ ദൂതുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കട്ടെ. നിങ്ങൾ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടും, അസാധാരണമായ നിലയിൽ ഉപയോഗിക്കപ്പെടും എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശബ്ദം വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? നോക്കൂ, ആ മുറിക്കകത്തുനിന്ന് ഒരു അണലി പുറത്തു വന്നു. പെട്ടെന്ന് വിഷമുള്ള ഒരു അണലി. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് കേട്ടപ്പോൾ അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു കൊണ്ട്, ഇത് ദൈവദൂഷണമാണ്, ഇങ്ങനെയൊന്നും പറയണ്ട, ഇത് വലിയ കാര്യങ്ങളാണ്, ഇതൊന്നും പറയണ്ട, ഞങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല, ഇത് കുറച്ച് കൂടിയതാണ്, ഇത് മനുഷ്യരെ നടക്കുന്ന കാര്യമല്ല. അബ്രഹാം, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ആരാ നിന്നോട് ഇത് ഊത് പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കേട്ടത്. ഇത് ദൈവദൂഷണമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാഗ്ദത്തം ലഭിച്ച നമ്മോട്, വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്ന നമ്മോട് ഒരു പോരാട്ടം വെളിപ്പെട്ടാൽ, നോക്കൂ, അങ്ങനെ ഒരു പോരാട്ടമാണ് കാണുന്നത്. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനാർ എന്നവർ ചിന്തിച്ചു. ശക്തമായ പോരാട്ടം. അതൊരു സ്പിരിറ്റ് മൂവിങ് ആണ്. ഈ വാഗ്ദത്തം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ നടക്കില്ല, ഇത് നിറവേറില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, പക്ഷേ ആത്മതലത്തിൽ ഒരു ഫൈറ്റ് ഉണ്ട്. നാം അനുഗ്രഹിക്കപ്പെടണമെന്ന്, നമുക്കൊരു വർധനം ഉണ്ടാകണമെന്ന് പിശാച് അല്പം പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ദൂതുകളുടെ നിവൃത്തി കാണാൻ അവൻ സമ്മതിക്കില്ല. അവൻ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഫൈറ്റ് മുറുകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈറ്റ് വരുന്ന മുഴുവൻ മനുഷ്യരിലൂടെയാണല്ലോ. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാൻ പാടില്ല. ദൈവത്തിന് കാണേണ്ടത് വിശ്വാസമാണ്. നമ്മൾ പിറുപിറുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഔട്ടായി പോയില്ലേ? ദൈവം ഒന്ന് സംസാരിച്ചത് പോലും അത് കണ്ടിട്ടല്ലേ, വിശ്വാസം കണ്ടിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഒരു ഒറ്റ ദൂതേ പറയാനുള്ള, അത് തന്നെ അങ്ങ് മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. വേറെ ഒന്നും എടുക്കണ്ട. പൂഴിയിൽ നിന്ന് വേറെ ഒന്നും എടുക്കണ്ട, വേറൊരു സാധനം എടുക്കണ്ട.
ആ വിശ്വാസം മാത്രം ദൈവത്തിന് കണ്ടാൽ മതി, ബാക്കി മുഴുവൻ അവൻ ചെയ്തോളും. വേറെ ഒന്നും എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ഇടണ്ട. വിശ്വാസം മാത്രം മതി, ബാക്കി പ്രവർത്തിക്കാൻ പോകുന്നത് ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവർ, അങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. വിശ്വാസം വന്നാൽ ബാക്കി പ്രവർത്തിക്കുന്ന മുഴുവനും ദൈവമാണ്. മുഴുവനും ദൈവമാണ്. നീ ഒന്നും ചെയ്യണ്ട. ആ മേൽക്കൂര പൊളിച്ചിറങ്ങി വന്ന ആ വിശ്വാസം ഉണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്താൽ മതി. ഫൈറ്റ്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അത് ദൈവമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദൈവം നമ്മോട് പറഞ്ഞ ആലോചനയെ നാം മുറുകെ പിടിച്ച് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നാം വെയിറ്റ് ചെയ്യുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആദ്യം കേട്ടതൊരു ശബ്ദമാണ്. എന്താണ് ശബ്ദം? നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന ഉയർന്ന ശബ്ദം. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവിക ആലോചനയാണ് കേട്ടത്. എൻ്റെ വീട് ഇവിടെ തൃപ്പൂണിത്തുറയാണ്, എറണാകുളം പട്ടണത്തിൽ തൃപ്പൂണിത്തുറ സ്ഥലത്താണ്. ഞാനിവിടെ പള്ളിവാതുക്കൽ എന്നാണ് വീട്ടിൻ പേര്. ഇവിടെ പള്ളിവാതുക്കൽ എൻ്റെ അപ്പൻ്റെ ഒരു വേവിച്ചെന്നാണ്. വേവിച്ചൻ്റെ മോനായി ജനിച്ചു വളർത്തപ്പെട്ടു. തൃപ്പൂണിത്തുറയിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിച്ചു. ഇവിടെ തന്നെ മരിച്ചു. ഇവിടെ തന്നെ മരിച്ചിട്ട് പുത്തൻകുരിശിൽ എന്നെ അടക്കം ചെയ്താൽ എന്ത് ഫൈറ്റാണ് ഇവിടെ ഉള്ളത്? നീ അങ്ങനെ പുത്തൻകുരിശിൽ അങ്ങനെ മരിച്ചു, അങ്ങനെ അവസാനിച്ചു. ഇവിടെ ആർക്കാണ് നിന്നോട് പോരാട്ടം? യേശു കർത്താവ് ആ പക്ഷപാതക്കാരന് ഫിസിയോതെറാപ്പി ചെയ്തിരുന്നെങ്കിൽ ഫൈറ്റ് ഉണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പക്ഷപാതക്കാരന് പാപം മോഹിച്ചിരിക്കുന്നു. വലിയ വലിയ ദൂതുകളൊന്നും വേണ്ട, ഒരു സൗഖ്യം അതൊന്നും വേണ്ട. ഞങ്ങളിവിടെ കാണുന്ന കാര്യങ്ങൾ ഇവിടെ ജനിച്ച് ജീവിച്ച് ഇവിടെ തന്നെ അവസാനിക്കണം. ലോകത്തിന്റെ വെളിച്ചമാകുന്നൊന്നും പറയണ്ട. ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ള ദൂതുകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഫൈറ്റാണ്. മനുഷ്യരല്ല, മനുഷ്യരോട് നമുക്ക് ഫൈറ്റ് ഇല്ല. എന്നാൽ ആത്മതലത്തിൽ, ആത്മമണ്ഡലത്തിൽ ഒരു പോരാട്ടമാണ്. ഹല്ലേലൂയ. നമ്മൾ വെറും മാനുഷികമായി തന്നെ അങ്ങ് അവസാനിക്കണം. ഒരിക്കലും അവൻ ദൈവപുത്രനായിട്ട് പുറത്തു വരരുത്. മറിയയുടെ മകനായിട്ട് തന്നെ അങ്ങനെ അവസാനിച്ചാൽ ബെസ്റ്റ്. ദൈവപുത്രനാകാൻ പാടില്ല. അതാണ് ദൂത്. വാക്തത്വം അതാണ്. വാക്തത്വം എപ്പോഴും ടോപ്പാണ്. അതായിരുന്നു പോരാട്ടം. ബെത്ലഹേമിന്റെ എല്ലാ അതിരുകളോളം ചെന്ന് ആ കുഞ്ഞിനെ കൊന്നൊടുക്കാൻ ശ്രമിച്ചത് അവന്റെ ദൂതിന്റെ വലിപ്പമാണ്. സാധാരണ ഒരു കുഞ്ഞാണെങ്കിൽ എന്ത് ഫൈറ്റാണ്. യേശു ഫിസിയോതെറാപ്പിയാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫൈറ്റും ഇല്ല. ദൂത് വലുതാണ്. നോക്കൂ, ദൂത് വലുതാണ്. അത് അങ്ങനെ തന്നെയാണ്. അവൻ ദൈവപുത്രനാണ്. വല്ലാണ്ട് പോരാട്ട ശക്തമായി ദൈവം എന്ത് ചെയ്യും? യേശു കർത്താവ് ദൈവപുത്രനാണെന്നൊരു ദൂത് കിട്ടിയ ഒരാളാണ്. അമ്മയ്ക്ക് ദൂത് കിട്ടി, നിന്റെ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അപ്പൊ അങ്ങനത്തെ ദൂത കിട്ടിയിരിക്കുന്നത്. സാധാരണ കുഞ്ഞല്ല. 30-ാമത്തെ വയസ്സിൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂത് വന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇത് എന്റെ മോനാ. ആ ഭൂമിയിൽ കുറ്റി കൊണ്ട് കെട്ടണ്ടാരും. ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാ, ഇത് ഉയരത്തിൽ നിന്നുള്ളതാ എന്നുള്ള ദൂത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു. മരുരൂപമലയിൽ ശിഷ്യന്മാർ കാണുക വീണ്ടും ശബ്ദം, ഇത് എന്റെയാ, ഭൂമിയിലേക്ക് കൊണ്ട് ആരും കെട്ടണ്ട. ശാസ്ത്രിമാരും പരീക്ഷന്മാരും തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറിയത് എന്തിനാണെന്നറിയാമോ? യേശു കർത്താവിനോട് അവർ ചോദിച്ചു, നീ പറ, നീ ദൈവപുത്രൻ തന്നെയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ശരിയാ, അങ്ങനെ തന്നെയാ. കണ്ടോ, നമ്മൾ ഞാൻ പ്രസംഗിക്കുന്ന പോലെ നല്ല പ്ലാറ്റ്ഫോമിൽ നിന്നൊന്നുമല്ല യേശു പറഞ്ഞു. മുഖത്ത് 2 ഇടി കിട്ടിയിട്ടുണ്ട്. വളരെ മൃഗീയമായി യേശുവിനെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ചോദ്യം വന്നത്, നീ പറഞ്ഞ വാക്തത്വം ശരിയാണോ? ഒന്നുകൂടെ പറഞ്ഞേ. അത് അങ്ങനെ തന്നെയാ. കേട്ടോ, അത് അങ്ങനെ തന്നെയാ. ഞാൻ ദൈവപുത്രൻ. പോരാട്ടം ശക്തമായി. ഇവിടെയും പോരാട്ടം ചെറുതല്ല. ഉയർന്ന കാര്യങ്ങളൊന്നും വേണ്ട. ഒരു സാധാരണക്കാരനെ പോലെ അങ്ങനെയൊന്നും അല്ല. പെട്ടെന്ന് കാഹളം ധ്വനിക്കുമ്പോൾ ചിറക് വെച്ച് പറ, ഇവിടുന്ന് പൊങ്ങണ്ടേ. അങ്ങനെ തന്നെയാണ്. അസാധാരണമായ കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ദേശം കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ, അപൂർവമായ കാര്യങ്ങൾ നടക്കും. കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് പറക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനമാണ്. അസാധാരണമായത് സംഭവിക്കും, അപൂർവമായി സംഭവിക്കും, സംഭവിച്ചിരിക്കും. ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെ പോരാട്ടം ശക്തമായി. അപ്പൊ പിതാവ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നീ ഒന്നും പറയാതെ കേട്ട, ആരോടും പോരാടണം. പുറം ഉഴവുചാല് പോലെ കീറി, ചങ്കിലെ ചോര അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി കൊടുക്കേണ്ടി വന്നു. അത്ര പോരാട്ടം വന്നത് വലിയ ദൂത് വന്നപ്പോ. ഇവിടെ ഒരു വലിയ ദൂത് വന്നിരിക്കുക, പാപം മോചിച്ചിരിക്കുന്നു, യേശുവിന് കിട്ടി, നീ ദൈവപുത്രനാണ്.
വലിയ വലിയ ദൂതുകൾ വന്നാൽ പോരാട്ടം ശക്തമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. അതങ്ങനെ തന്നെ നടക്കാൻ പോവാ. അതുകൊണ്ടാണ് പോരാട്ടം ശക്തമാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്നോ? യേശുവിൽ സംഭവിച്ചത്, യേശുവിനെ ക്രൂശിച്ചു കൊന്നുകളഞ്ഞു. ഭയങ്കര പോരാട്ടമായിരുന്നു. ദൈവം എന്ത് ചെയ്തെന്നോ? ഇവിടെ എന്ത് ചെയ്തതെന്നറിയാമോ? അങ്ങനെ പോരാട്ടം ശക്തമായപ്പോ ദൈവത്തിന് നമ്മളോട് ഒന്നേ പറയാനുള്ളൂ: നീ ഒന്നും ചെയ്യാൻ പോകണ്ട. വാ തുറന്ന് ഒരു ഫൈറ്റ് നടത്തണ്ട. യുദ്ധം യഹോവയ്ക്കുള്ളതാ, അത് മനുഷ്യരോടല്ല. അങ്ങനെ ഒരു യുദ്ധം നമുക്ക് മനുഷ്യരോടില്ല. ആത്മമണ്ഡലം മാത്രമാണ് ഞാൻ പറയുന്നത്. യേശു കർത്താവ് എന്ത് ചെയ്തെന്നോ? ബാക്കി മുഴുവൻ ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. യേശു പറഞ്ഞു, ആ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കിനോടെ ഫൈറ്റ്, ഞാൻ പറഞ്ഞ ദൂതിനോടെ ഫൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വാക്കല്ല, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടയാളമാണ്. നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിനൊരടയാളം. എന്താണെന്നോ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം. തൊടാൻ പറ്റുമോ? ഇനി നോക്കി, അവിടെ എഴുതിയിരിക്കുവാണ്, ഉടനെ അവൻ എഴുന്നേറ്റു കിടക്ക എടുത്ത് എല്ലാവരും കാണുകേ. അതങ്ങനെയാ. നിന്നെ പകയ്ക്കുന്നവർ കാണുകേ, എല്ലാവരും കാണുകേ കിടക്ക എടുത്ത് നടന്നു. ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മൂന്നാം നാൾ പുനരുദ്ധാനത്തിന്റെ ശക്തി വന്ന് യേശു പാപത്തെയും മരണത്തെയും ജയിച്ചു ഉയർപ്പിച്ചു. എല്ലാ നാമത്തിനും മുകളിൽ കൊണ്ടുപോയി നിർത്തി ഒരടയാളം അങ്ങ് ചെയ്യും. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന അടയാളം അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ദൈവത്തിൽ നിന്നൊരു ആലോചന കേട്ടിട്ട്, ഒരു വാക്തത്വം കേട്ടിട്ട് നിങ്ങൾ പോരാട്ട മുഖത്താണെങ്കിൽ, പോരാട്ടം ശക്തമാണെങ്കിൽ, വാക്തത്തിന്റെ നിവൃത്തി കാണുന്നില്ലെങ്കിൽ, നിന്ദയും പഴിയും ദുഷിയും മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് പകലുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വീര്യം കൂടി വിശ്വാസം ഉണ്ടല്ലോ, എനിക്ക് ദൈവമുണ്ട്. ആ യഹൂദ ബാലന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവൻ. അങ്ങനെയാണ് വചനം, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നവനാണ്. അടുത്തത് ഞങ്ങളുടെ നിലപാടാണ്. നിലപാട് പറയാം, വിടുവിച്ചാൽ ഇല്ലെങ്കിലും അടുത്ത നിലപാടാ. ആ വിടുതലൊക്കെ വരാതിരിക്കുക ചെയ്യട്ടെ, പക്ഷെ വചനം വിട്ട് മാറാൻ താല്പര്യമില്ല, ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കേണ്ട സമയമായത് ഞാൻ അറിയുന്നു. നോക്കൂ, യേശു കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം. എല്ലാവരും കാണുകയെ അവൻ പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ചു. എല്ലാവരും വിസ്മയിച്ചു. നോക്കൂ, അത് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് നിങ്ങളുടെ ദേശം പറയും. നിങ്ങളുടെ ദേശം പറയും, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാവുന്ന കാര്യമാണ്. അതെ, അങ്ങനെ തന്നെയാ. അതങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടാൽ മഹത്വം ദൈവത്തിന് തന്നെയാണ്. അത് ഉണ്ടായേ പറ്റൂ. അവന്റെ ശ്രുതി എപ്പോഴാണ് നാടെങ്ങും പരന്നത്? ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടപ്പോഴാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടന്നപ്പോഴാണ്. എന്തിനാണ് അതൊക്കെ ദൈവം ചെയ്തത്? ഒന്ന്, ദൈവം മനസ്സലിവുള്ളവനായതുകൊണ്ടാണ്. ദൈവത്തിന് മനസ്സലിവാണ് രോഗികളോട്. രണ്ട്, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടും. ഇത് ദൈവമഹത്വത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു പറഞ്ഞു, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? എന്റെ കർത്താവ് ബന്ധനങ്ങൾ കണ്ടു നിൽക്കത്തില്ല. എന്റെ കർത്താവ് കണ്ണുനീര് കണ്ടു നിൽക്കത്തില്ല. ദൈവം അത് ചെയ്യും. ഇത് വേണ്ടെന്ന് ബൈബിൾ നമ്മോട് പറയുന്നില്ല. യേശു അത് ചെയ്തത് യേശുവിന്റെ ഹൃദയമാണ്, മനസ്സലിവാണ്. ദൈവത്തിന് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് വല്ലാതെ കിടന്ന് വലയുന്നത് നമ്മൾ കണ്ടു നിൽക്കില്ല, ദൈവം കണ്ടു നിൽക്കില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം ഒരടയാളം ചെയ്യും. ദൈവത്തിന്റെ ആലോചന കേട്ടിട്ടും, ആ ആലോചന തുടർമാനമായി കേട്ടിട്ടും, അതിൽ നീ ബലപ്പെട്ടിട്ടും, ആ ദൂതിന്റെ നിവൃത്തി കാണാൻ കഴിയാതെ ശക്തമായ പോരാട്ട മുഖത്ത് നിൽക്കുന്നവരോട് ദൈവം പറയുന്നു, മൗനമായിരിക്കുക. മേൽക്കൂര പൊളിച്ച് ഇറങ്ങി വന്ന വിശ്വാസം,
ഇന്നലകളിൽ ദൈവത്തെ ചലിപ്പിച്ച വിശ്വാസം, ദൈവത്തിന്റെ ശബ്ദം പുറത്തു വരത്തക്കവണ്ണം നിന്നിൽ വെളിപ്പെട്ട വിശ്വാസം, ആ വിശ്വാസം മാത്രം മുറുകെ പിടിക്കുക. ബാക്കി പ്രവൃത്തി മുഴുവനും ദൈവത്തിനുള്ളതാണ്. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരു അടയാളം ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി സ്തോത്രം, വാഗ്ദത്തത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ഞങ്ങളുടെ പൗരത്വ സ്വർഗത്തിലാണ്. ഇവിടെ ഞങ്ങൾക്ക് ആത്മീകമായി ചില പോരാട്ടങ്ങളുണ്ട്. കർത്താവെ, അവിടുത്തെ വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ വലുതാണ്, ഉന്നതമാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ, വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ പോകുന്ന സ്തോത്രം. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ദേശത്തിന്റെ നടുവിലെ യഹോവ തന്നെ സത്യദൈവമെന്ന്, യേശു രക്ഷകനെന്ന ദേശം അറിയത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തി അങ്ങയുടെ ജനത്തിലൂടെ, അവരുടെ കുടുംബത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, തലമുറയിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പിതാവിനോട് അപേക്ഷിക്കും. പ്രാർത്ഥന കേൾക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ